Hello, good morning. Good morning. Good morning, ma'am. Good morning, Miss. Good morning. ചെറുതായിട്ട് ഇടക്കുണ്ടാവും. എന്താണ് നിങ്ങൾ ഓണം?
എന്തോ ക്ലാസ്സിലുണ്ടോ അത് ഹലോ ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിസ്. Good morning, ma'am. സാർ വന്നേ അപ്പൊ ഒന്ന് വിളിച്ചതാണ് അകത്തോട്ട്. പിന്നെ തന്നെയല്ല നമ്മുടെ സിസ്റ്റം അവിടെ പെട്ടെന്ന് ഓഫായി പോയി. അതെന്തെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും സാർ വന്നു. അവിടെ നമ്മുടെ ജയദേവ് സാർ വന്നിട്ടേ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. സോറി ട്ടാ, സോറി, കുറച്ച് സമയം പോയി നിങ്ങളുടെ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തിയിട്ടുണ്ടാവും തോന്നുന്നു. കുട്ടികളല്ല. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മള് പഠിച്ചു നിർത്തിയത് എവിടേക്കാ ഓർമ്മയുണ്ടോ? ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ചാപ്റ്റർ 7 അല്ലേ? ആ, എസ് തുടങ്ങി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് കുറെ സ്കെഡ്യൂൾസ് ആണ് വിച്ച് ഈസ് ലിസ്റ്റഡ് അണ്ടർ സം സ്കെഡ്യൂൾസ്. അതായത് അതിന്റെ പ്രൊട്ടക്ഷൻ, മറ്റു കാര്യങ്ങള്, അതിന്റെ ഫോം, എന്താ പറയാ, ലെറ്റേഴ്സ്, ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ പർട്ടിക്കുലർ സ്കെഡ്യൂൾസിൽ അറേഞ്ച് ചെയ്താൽ ഇറ്റ് വിൽ ബി കൺവീനിയന്റ്. അവർക്ക് ഹോസ്പിറ്റൽ, ഫാർമസിക്കൊക്കെ വളരെയധികം എന്താ പറയാ സൗകര്യമായിരിക്കും അല്ലെ? അവരവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ട്. കുഴപ്പമൊന്നുമില്ല, കാണാൻ പറ്റുന്നുണ്ടോ? തല വെട്ടി വെച്ചേക്കണ പോലെ തോന്നുന്നു എന്റെ. അവിടെ പെട്ടെന്ന് സിസ്റ്റം ഓഫ് ആയി പോയി. ഇത് നമ്മള് ഇത് വേറൊരു മുറി അറേഞ്ച് ചെയ്തപ്പോഴേക്കും സാർ വന്നു. അങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് വന്നു. അപ്പൊ നമ്മള് സ്കെഡ്യൂൾ എസ് വഴിയാ പറഞ്ഞത്. എസ്സിൽ എന്താ പറഞ്ഞിരുന്നത്? ലിസ്റ്റ് വേരിയസ് കോസ്മെറ്റിക്സ് ആൻഡ് ടോയ്ലറ്ററീസ് ആൻഡ് ഡയറക്ട്സ് ദ മാനുഫാക്ചേഴ്സ് ഓഫ് കോസ്മെറ്റിക്സ് ടു കൺഫേം ടു ദ ലേറ്റസ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റിക്വയർമെന്റ്സ്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡുകള്, അതായത് അതിന്റെ എന്താ പറയാ, നമ്മൾ ഓരോ കോസ്മെറ്റിക്സ്, ടോയ്ലറ്റ് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്, അതിന്റെ മാനുഫാക്ചറുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിരിക്കുന്ന സ്കെഡ്യൂളാണ് സ്കെഡ്യൂൾ എസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എസ് തുടങ്ങിയല്ലേ എടുക്കണ്ടേ? എസ് ആണോ എടുക്കേണ്ടതായിരുന്നേ, അല്ലെങ്കിൽ എസ് പറഞ്ഞിരുന്നതാണോ? പറയാമോ? ഹലോ, ഉണ്ടോ നിങ്ങളൊക്കെ അവിടെ? ഓക്കെ ഓക്കെ, ഓഫ് ചെയ്തിട്ട്. അപ്പൊ എസ് എന്ന് പറയുന്നത് നമ്മളുടെ കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ടോയ്ലറ്ററീസും അതിനകത്ത് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ അതിനുള്ള കൺഫർമേഷൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്സ് അനുസരിച്ച് അത് കൺഫേം ചെയ്യാനുള്ള കാര്യങ്ങളാണ് സ്കെഡ്യൂൾ എസിൽ വന്നിരിക്കുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്കെഡ്യൂൾ ടി ആണ്. കണ്ടെയ്ൻസ് വേരിയസ് റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ മാനുഫാക്ചർ ഓഫ് ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി പ്രോഡക്ട്സ്. ഇത്തരം നമുക്കറിയാലോ, ആയുഷ് എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ എന്താ പറയാ, നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ ബാച്ചിൽ നമ്മൾ പഠിച്ചതാ യുനാനി, അതുപോലെ തന്നെ ആയുർവേദിക്, സിദ്ധ അല്ലെ. ആയുഷ് എന്ന് പറയുന്നതിന്റെ ഒരു ഫുൾ ഫോം, ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. ആയുർവേദം വരും, യോഗ ആൻഡ് നാച്ചുറോപ്പതി വരും, പിന്നെ എന്താ പറയാ സിദ്ധ വരും, യുനാനി വരും, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. അപ്പൊ ഇതിനകത്ത് ആയുർവേദിക്കും അതുപോലെ തന്നെ സിദ്ധ, അതുപോലെ യുനാനി പ്രോഡക്ട്സ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മുടെ സ്കെഡ്യൂൾ ടിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പൊ സ്കെഡ്യൂൾ ടി എന്തിനാണെന്ന് മനസ്സിലായല്ലോ? റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ആയുർവേദിക്, യുനാനി ആൻഡ് സിദ്ധ പ്രോഡക്ട്സ്. ക്ലിയർ? മനസ്സിലായോ? സ്കെഡ്യൂൾ
ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് സ്കെഡ്യൂൾ യു ആണ്. നമ്മുടെ ആൽഫബറ്റ്സിലെ മിക്കവാറും എല്ലാ ആൽഫബറ്റ്സും സ്കെഡ്യൂളിൽ വരുന്നുണ്ട്. ഐ തിങ്ക് എക്സും അതുപോലെ തന്നെ സെഡും ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ നമ്മുടെ സ്കെഡ്യൂൾസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഓരോന്നിനും എന്തെങ്കിലും ഒരു കോഡ് പോലെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഏതാണ് എന്തിനെ സംബന്ധിക്കുന്നതാ ഓരോ സ്കെഡ്യൂൾസിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, പഠിക്കാനുള്ള ആ ഒരു ഈസി മെത്തേഡ് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുക. സ്വന്തമായിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവനുസരിച്ച് നമുക്കിത് ഒത്തിരി സ്കെഡ്യൂൾസ് ഉള്ളതുകൊണ്ട് ആൽഫബറ്റ്സ് എല്ലാം ഉണ്ട്. 26 24 ഉണ്ട് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കെഡ്യൂൾസ്. പിന്നെ നമ്മൾ വേറെ കുറച്ച് സ്കെഡ്യൂൾസ് കുറിച്ച് കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതെല്ലാം പഠിക്കുന്നതിന് ഈസി ആയിട്ടുള്ള ഒരു വേ ഓഫ് ലേണിംഗ് നിങ്ങൾ തന്നെ ഒന്ന് എടുക്കുക കേട്ടോ. തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കുക ഒരു ഐഡിയ. Schedule U ആണ്, contains various regulations and requirements for record keeping. See, the records of the pharmaceutical drugs and pharmaceutical medicines അല്ലെ, നമ്മുടെ ഫാർമസിയിൽ അതുപോലെ തന്നെ മരുന്നുകളുടെ ഡ്രഗ്സോ ഏത് രീതിയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റോക്ക് അവരുടെ അതെന്തൊക്കെയാണ്, ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മരുന്നുകളാണ്, അതിന്റെ ഒരു റെക്കോർഡ് വേണം അല്ലെ. അപ്പൊ റെക്കോർഡ് കീപ്പിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്കെഡ്യൂൾ യുവിൽ വരുന്നത്. സ്കെഡ്യൂൾ യു ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആണ് കേട്ടോ. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് നിയമങ്ങൾ എന്തൊക്കെയാണ്, ഫാർമസിയിലെ ഓരോ റെക്കോർഡ്സും എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ട്, ആ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വണ്ടവർ ഇറ്റ് ഈസ് അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്കെഡ്യൂൾ യുവിലാണ്. ക്ലിയർ ആയോ? സ്കെഡ്യൂൾ യു മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ സ്കെഡ്യൂൾ വി ആണ്. കണ്ടെയ്ൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രഗ് പേറ്റന്റ്. പേറ്റന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. പേറ്റന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതായത് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിസർച്ച് ഒക്കെ നടത്തി പഠനങ്ങളൊക്കെ നടത്തി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാക്കി എടുക്കുമ്പോ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുമ്പോ അതിന് ഒരു എന്താ പറയാ ഒരു അംഗീകാരം അല്ലെ. ആ അംഗീകാരം അല്ലെങ്കിൽ അവരുടേതാണ്, അവരുടെ ആ ഒരു അവർക്ക് മാത്രമുള്ളതാണ് ആ ഒരു ഇത് ബഹുമതി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മളുടെ സ്കെഡ്യൂൾ ബിയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡ്രഗ് പേറ്റന്റിന്റെ സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നതാണ് സ്കെഡ്യൂൾ ബിയിൽ. അപ്പൊ ഓരോ ഡ്രഗും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് പുതിയ പുതിയ ഡ്രഗ്സ് ഒക്കെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പേറ്റന്റിനെ സംബന്ധിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്കെഡ്യൂൾ ബിയിൽ വരിക. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം ഒരു 20 years ആണ് ഒരു ഡ്രഗിന്റെ പേറ്റന്റിന്റെ ആ ഒരു എക്സ്പയറി ടൈം എന്ന് പറയുന്നത്. ആ ഒരു ഡ്യൂറേഷൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇങ്ങനെ മറ്റേ ജനറൽ ഡ്രഗ് ആയിട്ടൊക്കെ മാറ്റി വീണ്ടും അതിന്റെ പേറ്റന്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ കഴിയുമ്പോൾ മാറും. ഓക്കെ, അതെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. യെസ്. ദെൻ സ്കെഡ്യൂൾ ഡബ്ല്യു ആണ്. കണ്ടെയ്ൻസ് ജനറിക് ഡ്രഗ് ലിസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പേറ്റന്റ് ഡ്രഗ്സും ഉണ്ട്, ജനറിക് ഡ്രഗ്സും ഉണ്ട്. അപ്പൊ ജനറിക് ഡ്രഗ്സിന്റെ ലിസ്റ്റുകളാണ് നമ്മുടെ സ്കെഡ്യൂൾ ഡബ്ല്യൂല്. ഡബ്ല്യു കണ്ടെയ്ൻസ് ജനറിക് ഡ്രഗ് ലിസ്റ്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ സ്കെഡ്യൂൾ വൈ ആണ്. കണ്ടെയ്ൻസ് റിക്വയർമെന്റ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ്. ക്ലിനിക്കൽ ആയിട്ട് നടത്തുന്ന പല എന്താ പറയാ ചില എന്തൊക്കെ ഗൈഡ് ലൈനുകളാണ് അവർക്ക് രോഗികളെ പരിശോധിക്കുന്നതും അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ട് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ട്രയൽസ് ഒക്കെ നടത്താനും അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും അതിന്റെ ആവശ്യകതയും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് സ്കെഡ്യൂൾ വൈയിലാണ്. ക്ലിനിക്കൽ ഗൈഡ് ലൈൻസിന്റെ ഗൈഡ് ലൈൻസ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് റിക്വയർമെന്റ്സ് ഇത് രണ്ടും ഉൾപ്പെടുന്നത് സ്കെഡ്യൂൾ വൈയിലാണ്. മനസ്സിലായോ? അപ്പൊ ഒരുപാട് നമ്മളുടെ ഈ പറയുന്ന ഡ്രഗുകളെ സംബന്ധിക്കുന്ന ഒരുപാട് ഗൈഡ് ലൈൻസും റെഗുലേഷൻസും ഒത്തിരി ഉണ്ട്. നമ്മൾ അതിന്റെ ഓരോ സ്കെഡ്യൂൾസ് GHF ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് എങ്ങനെയൊക്കെയാണ്, ഓരോ ഡ്രഗ്സിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചില ഡ്രഗ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തില്, അത് സെയിൽ ചെയ്യുന്ന കാര്യത്തില്, ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യത്തില്, പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തില്, എവറിഥിങ് അതിനൊക്കെ 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ പ്രകാരം ഒരുപാട് കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് മറ്റ് സ്കെഡ്യൂൾസിൽ തന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. ഡീറ്റെയിൽഡ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടും. ഇപ്പൊ സ്കെഡ്യൂൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ABCDയിലെ എല്ലാ സ്കെഡ്യൂൾസിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് ഇഫ് യു വാണ്ട് ടു നോ
നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രഗ്സിനെ പല സ്കെഡ്യൂൾസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവരുടേതായ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും അത് എടുക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെയധികം കെയറും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതിന് അതാത് കെയറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെ, പിന്നെ ഓരോ കാര്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റൂൾസ് റെഗുലേഷൻസ് ഗൈഡ് ലൈൻസ് ഹാവ് ടു ബി ഫോളോഡ് എന്നുള്ളതും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പർട്ടിക്കുലർലി ഈ ഓരോ പട്ടികയായിട്ടൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് സ്റ്റോറേജ് പ്രിക്കോഷൻസ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇനി ഈ ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറെ ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ദ ഡ്രഗ്സ് ഹാവ് ടു ബി സ്റ്റോർഡ് വിത്ത് കെയർ അല്ലെ, അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറയാം. വളരെ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് മാത്രമാണ് നമുക്ക് ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എങ്ങനെ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നു അത്രയും ഇഫക്റ്റീവ് ആയിട്ട് ഇറ്റ് വിൽ വർക്ക്. ഒരു ഫാർമസി, ഒരു ഹോസ്പിറ്റൽ ഫാർമസി ആയിക്കോട്ടെ, മറ്റ് ഫാർമസീസ് ആയിക്കോട്ടെ, എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റോറേജ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? അതിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെയാണ്. നല്ല രീതിയിൽ വെൽ ഇഫ് ഇറ്റ് ഈസ് സ്റ്റോർഡ്, നമ്മൾ അതിന്റെ റാക്സിലൊക്കെ കൃത്യമായിട്ട് എക്സ്പയറി ടൈമും നമ്മൾ ഡിപ്ലോമയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലും അതുപോലെ ഹോസ്പിറ്റൽസിലാണെങ്കിലും അതിന്റെ റാക്സിൽ വെൻ ദേ അറേഞ്ച് ദ മെഡിസിൻസ് ഇറ്റ് ഹാവ് ടു ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് ഏറ്റവും എന്താ പറയാ തീരാറായിക്കൊണ്ടിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് വളരെ കുറവുള്ള ഡ്രഗ്സ് ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് ദ ഫ്രണ്ട് അല്ലെ. റാക്സിന്റെ ഒക്കെ ഏറ്റവും മുമ്പിലായിട്ടും കുറെ കൂടുതൽ എക്സ്പയറി ടൈം ഉള്ളതിനെയൊക്കെ ബാക്കിലായിട്ടുമാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ചെയ്താലാണ് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ, ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അത് സ്റ്റോറേജിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും. ആൻഡ് സ്റ്റോറിംഗ് ഓഫ് മെഡിസിൻസ് പ്രോപ്പർലി ഇറ്റ് പ്രിവെന്റ് ഫ്രം ഗെറ്റിംഗ് ഡാമേജ്ഡ്. തീർച്ചയായിട്ടും ഇത് സ്റ്റോർ ചെയ്യുന്നത് എത്രയും നല്ല രീതിയിലാണോ അത്രയും നമുക്ക് കൂടുതൽ എന്ത് കാര്യങ്ങൾ തടയാൻ പറ്റും, അത് ഡാമേജ്ഡ് ആകുന്നതിൽ നിന്ന് അതിനെ തടയാൻ പറ്റും പ്രോപ്പറായിട്ട്. മനസ്സിലായോ? കാരണം ഇപ്പൊ നമ്മള് കുറെ മെഡിസിൻസ് ഒക്കെ വളരെ കെയർലെസ് ആയിട്ട് അതിന്റെ എക്സ്പയറി ടൈം ഒന്നും നോക്കാതെ തന്നെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ എന്താണ് നമ്മൾ എന്താ പറയാ കുറച്ച് മാത്രം എക്സ്പയറി ടൈം ഉള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാ കുറെ ബാക്കിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ മെഡിസിൻസ് എടുത്ത് നമ്മൾ സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് പേഷ്യൻസിന് കൊടുക്കുന്നു എന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അന്നേരം എന്ത് പറ്റും? ആ ബാക്കിൽ ഇരിക്കുന്നതിന്റെ ചിലപ്പോൾ 1 മാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 2 മാസം ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ് ആഫ്റ്റർ ദ എക്സ്പയറി. ഇറ്റ് കനോട്ട് ബി സോൾഡ്. നമുക്കറിയാലോ അല്ലെ, എക്സ്പയറി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മെഡിസിൻ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലും അതുപോലെ മറ്റു ഫാർമസിയിലും എങ്ങനെയാണെങ്കിലും എന്താ പറയാ മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ ഗെറ്റ് ഡാമേജ്. എന്ത് പറ്റും? അതിന് ഡാമേജ് സംഭവിക്കും. ക്ലിയർ ആയോ? സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് റിഗാർഡിംഗ് മെഡിസിൻസ്. ഡ്രഗ്സ് മെഡിസിൻസിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്റ്റോറേജ്. അപ്പൊ നമ്മള് സ്റ്റോറേജ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫോർമേഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓൾ ഡ്രഗ്സ് ആൻഡ് നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് മസ്റ്റ് ബി ലോക്ക്ഡ്. എപ്പോഴും എല്ലാ ഡ്രഗ്സും, ഏത് ഡ്രഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ നമുക്ക് പെട്ടെന്ന് പ്രിസ്ക്രൈബ്, അതായത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒക്കെ നമുക്ക് സെൽ ചെയ്യാൻ പറ്റാത്ത നോൺ RX എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലെ. നോൺ RX എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നേ? മറന്നുപോയോ? നോൺ ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഒരു RX എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. ടു ടേക്ക് ദിസ് മെഡിസിൻ അല്ലെ, ഇത് കഴിക്കൂ, ഈ മെഡിസിൻ കഴിക്കൂ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതിന് മുമ്പിൽ ഒരു നോൺ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഡോക്ടേഴ്സ് വളരെ എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്നുകളൊക്കെ കൊണ്ട് നമ്മൾ വേണമെങ്കിലൊക്കെ ചോദിക്കും. അപ്പൊ അത് ഇല്ലാത്ത മരുന്നുകളൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യണം? ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ലോക്ക് ആൻഡ് കീ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യണം. ലോക്ക് ചെയ്താണ് എല്ലാ മെഡിസിൻസും സൂക്ഷിക്കേണ്ടത്. ഷെഡ്യൂൾ 2, ഡബിൾ ലോക്ക്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് ഓൾ കൺട്രോൾസ്. ഡബിൾ ലോക്ക്ഡ് അതായത് ഇവർ പറയുന്നത് എല്ലാ മെഡിസിൻ, അത് ഷെഡ്യൂൾ 2 ആണ് കേട്ടോ.
എഴുതിയിരിക്കുന്നത് ഡബിൾ ലോക്ക് ചെയ്യണം. എല്ലാ ഡ്രഗ്സും ഇൻക്ലൂഡിങ് നോൺ ആർഎക്സ് ഡ്രഗ്സ് ഉൾപ്പെടെ എല്ലാം ഡബിൾ ലോക്ക് ചെയ്ത് വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. അതൊരു അവരുടെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ആണ്. എല്ലാ ഹോസ്പിറ്റൽസ് ഷുഡ് ഫോളോ ദാറ്റ് പ്രാക്ടീസ്. എല്ലാ ഹോസ്പിറ്റൽസും എന്ത് ചെയ്യണം? ഈ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യണം എന്ന്. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഈ കീ ഇതിന്റെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കീ ഉണ്ടാവുമല്ലോ. ലോക്ക് ചെയ്ത് വെച്ചാൽ അതിന് കീ ഉണ്ടാകും. സോ ദാറ്റ് കീ മസ്റ്റ് ബി വിത്ത് ദ ചാർജ്, നഴ്സ് ചാർജ്. ആരാണോ ചാർജ് ആയിട്ടുള്ള നഴ്സ് ആ ഒരു ഇത് ലോക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഫാർമസിക്ക്, അല്ലെങ്കിൽ ആ പറയുന്ന സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻചാർജ് നഴ്സ് ആരാണോ അവരുടെ കയ്യിൽ എന്റെ കീ എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കും. അവരായിരിക്കണം ഇതിന്റെ ചാർജ്. ഈ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഇനി ആരെങ്കിലും ഒക്കെ എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു, പിന്നീട് കുറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടായി, അത് എന്താ പറയാ, ആർക്കായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഈ പറയുന്ന കീ ആരുടെ കയ്യിലാണോ ആ ചാർജുള്ള നഴ്സിനായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനും എന്താ പറയാ അൺവാണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനും ഒക്കെ സൂക്ഷിക്കേണ്ടത് ഈ നഴ്സിംഗ് ചാർജ് ആണ്. സോ ഈ ആളുടെ കയ്യിലായിരിക്കണം. പിന്നെ നോ HCNAs ഇൻ മെഡിക്കൽ റൂം അൺലെസ് നഴ്സ് പ്രസന്റ്. അതായത് ഈ എന്താ പറയാ CNA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അവരുടെ സഹായികൾ ആ നഴ്സ് പ്രസന്റ് അല്ലാത്ത സമയത്ത്, അതായത് ആ നഴ്സിന്റെ ചാർജിൽ ഒക്കെ ഇരിക്കുക, അവരല്ലാത്ത സമയത്ത് അവരുടെ സഹായികളോ ഒക്കെ എന്താ പറയാ അവരൊക്കെ ആയിരിക്കണം ഇതിന്റെ ഇൻചാർജ് ആയിട്ട്. അവരാരെങ്കിലും ആയിരിക്കണം ഇതിന്. അല്ലാതെ വേറെ ആൾക്കാരൊന്നും സഹായികൾ പാടില്ല. ഒന്നല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ നഴ്സ് ഇല്ലാത്ത സമയത്ത് അതിന്റെ CNA മീൻസ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അല്ലാതെ പറയാത്ത അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫൈ ചെയ്യാത്ത നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ല. ഇവർ രണ്ടു കൂട്ടരൊക്കെയാണ് ഇതിന്റെ ഇൻചാർജ് ആയിട്ട് വരാം. വേറെ ഒരു സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സഹായികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവരെ ഏൽപ്പിച്ചു ഇവരെ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ ഒന്നും പാടില്ല. എപ്പോഴും ഈ ഡ്രഗ്സ് എല്ലാം തന്നെ ലോക്ക്ഡ് ആയിരിക്കണം. ലോക്ക്ഡ് ഈ എപ്പോഴും ഈ നഴ്സിംഗ് ചാർജിന്റെ ആയിരിക്കണം. അല്ലെങ്കിൽ അവര് അവരുടെ ഒരു എന്താ പറയാ അഭാവത്തില് അവരില്ല എങ്കിൽ, അവർ പ്രസന്റ് അല്ല എങ്കിൽ മാത്രം സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സിന്റെ താഴെയാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തവർ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ മറ്റ് സഹായികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡ്രഗ് കാർഡ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഹാൾ. വഴിയേ പോകുന്നവർ വലിയ ഹാളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഡ്രഗിന്റെ കാർട്ടുകളൊക്കെ എന്താ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന മരുന്നുകളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഇതൊക്കെയോ ഇതെല്ലാം ഈ വെറുതെ ഈ കാർട്ടിനകത്ത് വെച്ചിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. ഹാളിലൊക്കെ മനസ്സിലായി, ഒരു വലിയ പാസേജിലോ വലിയ ഹാളിലൊക്കെ ഈ കാർട്ടിനകത്ത് ഇതൊക്കെ ഡ്രഗ്സ് ഒക്കെ നിറച്ചു വെച്ചിട്ട് അങ്ങനെയുള്ള വഴിയിലൊന്നും അല്ലെങ്കിൽ ഹാൾസിലൊന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എല്ലാ ഡ്രഗ്സും അതെ, നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സും അതെ. മനസ്സിലായോ? ഓക്കെ. ഇതില് നിങ്ങൾ ആ CNAയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. എന്താ പറയാ സ്റ്റോറേജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, CNA ഒന്ന് ഫുൾ ഫോം എഴുതി വെച്ചേക്കാം കേട്ടാ. നിങ്ങളുടെ നോട്ടിന്റെ അവിടെ തന്നെ സൈഡിലോ മുകളിലോ എവിടെയെങ്കിലും എഴുതി വെച്ചു. എഴുതിയോ? സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എഴുതിയോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫോർമേഷൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, എക്സ്റ്റേണൽ ഡ്രഗ്സ് സെപ്പറേറ്റ് ഫ്രം ഇന്റേണൽ ഡ്രഗ്സ്. എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ വരാത്ത രീതിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. എക്സ്റ്റേണൽ മീൻസ് പുറമെ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ, ഇന്റേണൽ മീൻസ് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ അല്ലെ. അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെതായ പോളിസീസ് പ്രകാരം തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. സെപ്പറേറ്റ് ക്യാബിനറ്റ്സിൽ, അതിന് സെപ്പറേറ്റ് ഷെൽഫില്, പ്രത്യേകം ക്യാബിനറ്റും ഉണ്ടാകണം, പ്രത്യേകം ഷെൽഫുകളും ഉണ്ടായിരിക്കണം ഓരോന്നിനും. മനസ്സിലായി? എല്ലാം കൂടി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രഗ്സ് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിടുക, ഇന്റേണൽ ഡ്രഗ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ക്യാബിനറ്റിൽ, അങ്ങനെയല്ല. ഓരോ ക്യാബിനറ്റ്സിലും ഡിഫറെന്റ് ഷെൽഫ്സിലും വേണം അത് അറേഞ്ച് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പോളിസി. അവിടുത്തെ ഈ ഡ്രഗ്സ് ഒക്കെ ഇന്റേണൽ എക്സ്റ്റേണൽ ഡ്രഗ്സ് ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള പോളിസീസ് ഒക്കെ ഉണ്ട്. സോ അതും കൂടി ഫോളോ ചെയ്തിട്ടായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ?
ഇതെന്ന് പറയുന്നത് പുറത്ത് മാത്രം ഒക്കെ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ, പുറമെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ അകത്ത് കഴിക്കുന്ന മെഡിസിൻസിന്റെ കൂടെയൊക്കെ ഇട്ട് കൂട്ടിക്കുഴച്ച് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് അതൊക്കെ നമ്മൾ അറിയാതെയൊക്കെ എടുത്ത് ഇന്റേണലി കഴിക്കണമാണോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് പോയ്സൺസ് ഇൻ എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഏരിയ, പോയ്സൺസ് ലൈക്ക് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനത്തെയുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, നാർക്കോട്ടിക്സ് ഡ്രഗ്സ്, പോയ്സൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ മാറ്റി സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്ട് ഏരിയ, പരിസരത്തെ കാണാൻ പാടില്ല, ആ പരിസരത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും ഉള്ള സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? അത്രയധികം ഇത്ര ഒത്തിരി പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിൽ തന്നെ അതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ക്യാബിനറ്റ്സ് ക്ലിയർലി ലേബൽഡ്, ഓരോ ക്യാബിനറ്റും when they are storing the medicines, particularly ഈ എക്സ്റ്റേണൽ മെഡിസിൻസ്, പോയ്സൺസ്, ഇതൊക്കെ അവരിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ ക്യാബിനറ്റിന്റെ പുറത്ത് അതിന്റെ ഒരു ലേബൽ കൊടുത്തിരിക്കുക. അപ്പൊ ലേബൽ ചെയ്യുമ്പോൾ ഇത് ഇന്നതിന് വേണ്ടിയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, എടുത്താൽ മതി അല്ലെ. അപ്പൊ ലേബൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റോറിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലേബലിംഗ്. ക്ലിയർ ആയോ? പിന്നെ മെഡിക്കൽ കാർഡ്സ്, എക്സ്റ്റേണൽ ഏരിയ, ഇന്റേണൽ ഏരിയ, ഓരോന്നിനും പ്രത്യേകം കാർഡ് ഉണ്ടായിരിക്കണം. എക്സ്റ്റേണൽ മെഡിസിൻസ് എല്ലാം തന്നെ ക്യാരി ചെയ്യാനായിട്ട് അതിനുവേണ്ടി പ്രത്യേകം കാർഡുകൾ, ഇന്റേണൽ മെഡിസിൻസിന് പ്രത്യേകം കാർഡ്. ഇപ്പൊ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ വണ്ടി പോലത്തെ ആയിരിക്കാം, വലിയ എന്തെങ്കിലും എന്താ പറയാ ഒരു റെക്ടാങ്കുലർ ടൈപ്പിലുള്ള എന്തെങ്കിലും ആയിരിക്കാം, ട്രേ പോലത്തെ ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അതും എക്സ്റ്റേണലിനും ഇന്റേണലിനും സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? എക്സ്റ്റേണൽ ഡ്രഗ്സ് വേണമെങ്കിൽ നിങ്ങൾ ആ ഓരോ പോയിന്റുകളിലെ ഇതിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ എന്താ പറയാ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോട്ടാ. എല്ലാ ഡ്രഗ്സും നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഉൾപ്പെടെ ലോക്ക് ചെയ്തിരിക്കണം. രണ്ടാമത് എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും എന്താണ് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യം. 2 പോയിന്റ് ആയേ. അതിനുള്ളിൽ ഓരോ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാത്രം. ഇനി റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ്, ചില ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യണം, റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടി വരും അല്ലെ. കുറച്ച് ശീതമായിട്ടൊക്കെ സൂക്ഷിക്കേണ്ട ചില ഡ്രഗ്സ് ഉണ്ട്. അതായത് നമ്മളുടെ തണുപ്പ് വേണ്ടി വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോ മെഡിക്കേഷൻ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണെങ്കിലും റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ആണെങ്കിലും അതും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെക്കുക. റെഫ്രിജറേഷൻ വേണ്ടതിന് റെഫ്രിജറേഷൻ തന്നെ കൊടുക്കുക. ചില കുട്ടികളുടെ ചില മരുന്നുകളൊക്കെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറയും. ചില ആളുകൾക്ക് എന്താ പറയാ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വരുന്ന മരുന്നുകൾ ചിലതൊക്കെ ഇങ്ങനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടൊക്കെ നമുക്ക് തന്നുവിടാറുണ്ട് അല്ലെ. ചില സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് നാളുകൾ അധികം ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അതന്നെ ഇൻസുലിൻ അങ്ങനെ വെക്കണം. അതെ, ചില ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അതെ, ഇതൊക്കെ നമുക്ക് റെഫ്രിജറേഷനിലാണ് ഉപയോഗിക്കേണ്ടി വരിക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയാ നമ്മുടെ സിറപ്പ് തരും പനിയൊക്കെ വരുമ്പോ അല്ലെ. അതിങ്ങനെ കലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആന്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉപയോഗിക്കാൻ പറയും. ആൻഡ് ഹാവ് എ തെർമോമീറ്റർ, അതിന്റെ ഒരു എന്താ പറയാ ഉഷ്മാവ് പറയുന്നുണ്ട് 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് ഡിഗ്രിയിലാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഗ്രി സെൽഷ്യസിലല്ല. USP സ്റ്റാൻഡേർഡ് ഫോർ ഡ്രഗ് സ്റ്റോറേജ്, അതാണെന്ന് അതിന്റെ എന്താ പറയാ USP എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, യുണൈറ്റഡ് ഇന്ത്യ ഫാർമോകോപ്പിയ. അതായത് നമ്മുടെ ഡ്രഗ്സ് ഒക്കെ, അതായത് ഇത്തരം പ്രോഡക്റ്റുകളുടെ ഒക്കെ സ്ട്രെങ്ത്, അതിന്റെ ക്വാളിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സയന്റിഫിക് ഓർഗനൈസേഷൻ ആണ്. ഈ ശാസ്ത്രീയമായിട്ടേ ഒരു സംരംഭമാണ്. അത് നോൺ പ്രോഫിറ്റബിൾ ആണ്, വെച്ചാൽ വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല, ഗവൺമെന്റിന്റേതും അല്ല. എന്നാൽ പക്ഷെ എങ്കിലും ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോ ഡ്രഗ്സിന്റെ ഒക്കെ ക്വാളിറ്റിയും അതിന്റെ എന്താ പറയാ പ്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ ശുദ്ധതയൊക്കെ പരിശോധിക്കാൻ വേണ്ടി വരുന്ന ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ. അത്ര ഒരു ഓർഗനൈസേഷന്റെ പേരാണത് USP. ഒന്നുകൂടി പറയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കക്കാരുടെയാണ്. അതന്നെ ആൻസി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫാർമക്കോപ്പിയന്റെ സ്പെല്ലിംഗ് തെറ്റിക്കരുത്, PHARMACOPEIA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തുകൂടി വെച്ചേക്കാം, എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം.
36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത്തരം എന്താ പറയാ ഊഷ്മാവ് ആ ഒരു ഡിഗ്രിയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഫാരൻഹീറ്റ് ആണ്, ഡിഗ്രി സെൽഷ്യസ് അല്ല. പിന്നെ ടെമ്പറേച്ചറിന്റെ ലോഗ്, അതായത് എത്രത്തോളം ഊഷ്മാവുണ്ട് അതിനെ സംബന്ധിക്കുന്ന എന്താ പറയാ അതിന്റെ ഒരു ലോഗ് ഉണ്ടായിരിക്കണം നമ്മളുടെ റെഫ്രിജറേറ്റഡ് ഡ്രഗ്സിന്. അതായത് എത്ര ടെമ്പറേച്ചറിലാണ് ഓരോ മെഡിസിൻസും കീപ്പ് ചെയ്യേണ്ടത് അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇല്ലേ, അത് റെഫ്രിജറേറ്റഡ് ഡ്രഗ്സിന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആ ഒരു എന്താ പറയാ ടെമ്പറേച്ചർ ലെവല് കീപ്പ് ചെയ്ത് അത്തരം സാധനങ്ങൾ സൂക്ഷിക്കാൻ. എല്ലാത്തിനും ഒരേ മെഷർമെന്റ് ആയിരിക്കില്ല ടെമ്പറേച്ചറിന്റെ. ഓക്കെ, പല ഡിഫറെന്റ് അതുണ്ടാവും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ നോക്കി കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റഡ് ഡ്രഗ്സിന് വേണ്ടിയിട്ട്. ഹാൻഡ്ലിംഗ് പ്രോബ്ലമാറ്റിക് ഡ്രഗ്സ്, അതായത് വളരെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതൊക്കെ റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് ആയിരിക്കും. അതും നമ്മൾ കൃത്യമായിട്ട് തന്നെ അത്രയും അതിൻ്റെതായ രീതിയിലുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യുക. ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞത് ഫ്ലൂ വാക്സിന്, പിന്നെ PPDയുടെയും ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. PPDയുടെ ഫുൾ ഫോം ചെയ്ത പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. Purified, PURIFIED, purified protein, PROTEIN, protein derivative, DERIVATIVE. എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണേ. PPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ട്യൂബർക്യുലോസിസിനും ഒക്കെ ഉപയോഗിക്കുന്ന ചില സ്കിൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് കേട്ടോ. സ്കിന്നിൽ കൂടി ടെസ്റ്റ് ചെയ്തിട്ടേ ഈ ട്യൂബർക്യുലോസിസ് ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, TB ഒക്കെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്നായിരിക്കും. അപ്പൊ ഇതൊക്കെ ഭയങ്കര പ്രോബ്ലമാറ്റിക്, വെറുതെ ഒന്നും എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഫ്ലൂ വാക്സിൻ ഒക്കെ, അപ്പൊ അതൊക്കെ വളരെ നല്ല പ്രോപ്പറായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. റെഫ്രിജറേഷനും അതേ രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന റെഫ്രിജറേറ്റഡ് ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന ചില ഇൻഫോർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? യെസ്. അടുത്തത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ആണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്താ? ഡേറ്റ് കഴിഞ്ഞത്. ഡേറ്റ് കഴിഞ്ഞതെന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതെന്നാണോ? അല്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മരുന്ന് ഇനി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആ പേരില് ആ ഒരു പ്രത്യേക മരുന്നുകള്, ഇത്തരം പ്രത്യേക മരുന്നുകള് കനോട്ട് ബി യൂസ്ഡ് ഫർദർ. ഇത് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള മരുന്ന്, സോറി എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള മരുന്ന് നമുക്ക് അതിന്റെ ഡേറ്റ് പുതിയതുള്ള ഡേറ്റ് ഉള്ളത് വാങ്ങിക്കാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു മരുന്ന്, ഇപ്പൊ ഡോളോ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഒരു മെഡിസിൻ അല്ലെ, ഒരു എന്താ പറയാ ഗുളിക, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും. നമ്മൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കും. 2026 വരെയുണ്ട്, 2026 ഫെബ്രുവരി വരെയുണ്ട്. ഓക്കെ, അതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു 10-20 എണ്ണൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, 2 ദിവസം കൂടി ഉള്ളൂ ഇനി അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാൻ. അപ്പൊ നമ്മൾ ഒരു 20-ാം തീയതി എക്സ്പയറി ഡേറ്റ് 2026 കഴിയുന്ന ഒരു ഡോളോന്റെ മരുന്ന് നമ്മൾ വാങ്ങിക്കോ? ഇല്ല. അതിന്റെ തന്നെ വേറെ വാങ്ങിക്കാം നമുക്ക്. ഇത് വേണ്ട, ഡേറ്റ് തീരാറായത്, ഇത് വേണ്ട, അടുത്തത് നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. എന്നല്ല, അതാണ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ടത്. ഇനി ഇൻ കേസ് എന്താ പറയാ ബൈ മിസ്റ്റേക്ക് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വാങ്ങിക്കാം. അത് തന്നെ ഡോളോ തന്നെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത്തരം മരുന്നുകൾ ഇനി ഇല്ല. അങ്ങനെ ഒരു മരുന്ന് നമ്മളുടെ എന്താ പറയാ ആർക്കും തന്നെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, ആ പേരേ ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അതിന്റെ ഉള്ള പ്രൊസീജിയർ, അത് അങ്ങനെയുള്ള ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ഒക്കെ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് RPH+ നേഴ്സ് ആണ്. ആരാണ് RPH എന്ന് പറയുന്നത്? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. RPH കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. R മാത്രം ക്യാപിറ്റൽ ലെറ്റർ, PH സ്മോൾ ലെറ്റർ ആണ്. രജിസ്റ്റേർഡിന്റെ R, PH ഫാർമസിസ്റ്റ് ആണ്. PH കേട്ടോ, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും പ്ലസ് നഴ്സും കൂടിയാണ് അത് നോക്കേണ്ടത്. അതായത് നമ്മുടെ നഴ്സ് ഇൻചാർജ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ആണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓക്കെ അവരാണ് അതൊക്കെ ചെക്ക് ചെയ്ത് മാറ്റേണ്ടത്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സിനെയൊക്കെ റിമൂവ് ചെയ്യണം. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. യെസ്. ഓക്കെ, ഇനി കോപ്പറേഷൻ വിത്ത് വെൻഡർ ഫാർമസിസ്റ്റ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത് വെൻഡർ ഫാർമസിസ്റ്റ് ആരാ? അതായത് വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, എടുത്തു കൊടുക്കുന്ന ആളുകൾ, അവരോടായിട്ടൊക്കെ സഹകരിച്ചിട്ട് വേണം. അത് എടുത്തു കൊടുക്കുന്ന അവരും കൂടി അറിയണം. അവരുമായിട്ടൊക്കെ സഹകരിച്ചാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി അതിനെയൊക്കെ മാറ്റേണ്ടത്.
നമുക്ക് ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഡ്രഗ്സിന്റെ ഗണത്തിലേക്ക് മാറ്റി ഇടേണ്ടത്, അതൊക്കെ റിമൂവ് ചെയ്ത് സ്റ്റോറിങ് സ്ഥലത്ത് നിന്നൊക്കെ മാറ്റണം അത് കേട്ടോ. അത് ബൈ മിസ്റ്റേക്ക് അത് പിന്നീട് ആരും എഴുതില്ല, അത് പ്രിസ്ക്രൈബ് ചെയ്യില്ല ഡോക്ടേഴ്സ് ഒന്നും. പക്ഷേ എങ്കിലും അതൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടി എന്താ പറയാ കോർപ്പറേഷനിൽ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ്. അപ്പൊ ആരൊക്കെയാണ്? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്, നേഴ്സ്, പിന്നെ വിത്ത് ദ കോർപ്പറേഷൻ ഓഫ് ആര് വെൻഡർ ഫാർമസിസ്റ്റ്. ഓക്കെ. പിന്നെ ഉള്ളത് ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് ആണ്. ഡിസ്കണ്ടിന്യൂ മീൻസ് എന്താ? ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടാത്ത ഡ്രഗ്സ് കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് കൺട്രോൾ ഡ്രഗ്സ്. ചില ഡ്രഗ്സ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ സംബന്ധിക്കുന്ന പ്രൊസീജിയേഴ്സ്. അപ്പൊ കൺട്രോൾ ഡ്രഗ്സ് ഇത്ര സമയം മാത്രമേ, ആ ഒരു കോഴ്സിന് ഇത്ര എണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്ര എണ്ണം മാത്രം ആ ഒരു കോഴ്സിൽ ഇപ്പൊ ഒരു 2 days 1 each, ഓരോ 2 ദിവസം ഓരോന്ന് വീതം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തില് എന്താ പറയാ രാത്രി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില കൺട്രോൾഡ് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അതൊക്കെ ഇവര് നോക്കണം. ഇത്തരം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെഡിസിൻസിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ നോട്ടിഫൈ ചെയ്യണം. പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് നോൺ കൺട്രോൾ ഡ്രഗ്സ്. ഇനി നോൺ കൺട്രോൾ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയും പ്രത്യേകം പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യുന്നതും അവര് ശ്രദ്ധിക്കണം. പിന്നെ ഡ്രഗ്സ് വിത്ത് റെസിഡന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള, ഒപ്പം കരുതേണ്ടതായിട്ടുള്ള ഡ്രഗ്സ്. ഇപ്പൊ ഒരു എന്താ പറയാ ഇൻപേഷ്യന്റ് ആയിരുന്ന എന്താ പറയാ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഇനി കണ്ടിന്യൂ ചെയ്യണോ, അവർക്ക് കൊടുത്തു വിടണോ, ഇന്ന മെഡിസിൻസ് അവർ ഇവിടെ കൊടുത്തോണ്ടിരുന്നത് അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അത് വീട്ടിൽ പോകുമ്പോൾ കൊടുത്തു വിടണം, അതല്ലാത്തതും ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അത് വേണ്ട, ഇനി അത് കഴിക്കണ്ട. അല്ല, ഇത് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനിയും കഴിക്കണം, ടു ബി കണ്ടിന്യൂഡ് ഫോർ 2 days, ഫർദർ 2 days കൂടി കഴിക്കണം. ഇതൊക്കെയാണോ? അതൊക്കെ കൃത്യമായിട്ടൊക്കെ പറയാനുള്ള ഡ്രഗ്സ്. അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ വേറെ. ഡ്രഗ്സ് ബ്രോട്ട് ഇൻ ടു ദ ഫെസിലിറ്റി വിത്ത് നോ ഓർഡർ ഒന്നുമില്ലാതെ, നമ്മൾ ഓർഡർ കൊടുക്കാതെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ്, ഡ്രഗ്സ് ഒക്കെ. അപ്പൊ അതിനെ സംബന്ധിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ്, അത് എങ്ങനെ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇത്തരം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെഡിസിൻസിൽ നിന്ന് കണ്ടെത്തണം. അതൊക്കെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്യുന്ന ആളുകളും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളും ഒക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. RPH എഴുതിയാലോ? ഓക്കെ. ട്രീറ്റ്മെന്റ് കാർട്ട് സ്റ്റോറേജ്. ഇനി കാർട്ട് സ്റ്റോറേജ് ആണ്, അതായത് നമ്മളുടെ ഇവിടെ കൊടുക്കുന്ന എന്താ പറയാ ഈ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നമ്മളുടെ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർട്ടുകൾ, അത് എവിടെ വെക്കണം, അതെങ്ങനെ ക്ലീൻ ആക്കിയിരിക്കണം, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, അതിന് പ്രോപ്പർ ലേബൽ ഉണ്ടായിരിക്കണം, അതിനും എക്സ്പയറി ഡേറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായി? എവിടെയാണ് വെക്കേണ്ടത് കാർട്ടുകൾ, അതുപോലെ തന്നെ അത് ക്ലീൻ ആവണം, അതിന്റെ ക്ലെൻലിനെസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിന് പ്രോപ്പർ ലേബലിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, എക്സ്പയറി ഡേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ നമ്മളുടെ മെഡിസിൻസിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം മറ്റൊന്നാണ് ഇൻസ്പെക്ഷൻ ഫോംസ്. അതായത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതായത് പീരിയോഡിക്കലി ഇതിനകത്തുള്ള ഫാർമസിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിസിൻസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം. അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സ്റ്റോക്ക് ലെവലും ഒക്കെ നോക്കിയിട്ട് അതിന്റെ ഫോം ഒക്കെ വെച്ച് ഒത്തുനോക്കി ക്രോസ് ചെക്ക് ചെയ്ത് ഇതൊക്കെ ശരിയാണോ, ഇത്ര എണ്ണം ഉണ്ടായിരുന്നു, ഇത്ര എണ്ണം നമ്മൾ ആളുകൾക്ക് കൊടുത്തു, ഇനി ബാക്കി ഇത്ര എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം. ആ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പർ എവിഡൻസ് വേണം, ആ ഫോം ഒക്കെ ആയിട്ട് ഒത്തു നോക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതും കൃത്യമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഈ മെഡിസിന്റെ കൂടെ തന്നെ സ്റ്റോർ ചെയ്യണം. മനസ്സിലായി? അത് വല്ലോടത്തും മെഡിസിൻസ് വല്ലോടത്തും അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് ഷുഡ് ബി ടേക്കൺ ഫ്രോം ദിസ് ഫോംസ്. ഈ ഫോമിൽ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് ആ ഫോംസ് അറ്റാച്ച് ചെയ്യണ്ടേ? മനസ്സിലാവണില്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ ഇൻ എ പേഷ്യൻസ് റൂം. ഇനി ചില മെഡിസിൻസ് ഒക്കെ പേഷ്യന്റിന്റെ റൂംസിലോ വാർഡ്സിലൊക്കെ പേഷ്യന്റ് കിടത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവിടെ മെഡിക്കേഷൻസ് ഒക്കെ കൊണ്ടുപോയി നമ്മൾ കൊടുക്കണം. എല്ലാ ദിവസവും കഴിക്കേണ്ട മെഡിസിൻസ്, ഇപ്പൊ രാവിലെ കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്, വൈകിട്ട് കഴിക്കേണ്ടതൊക്കെ ആ സമയങ്ങളിൽ അവിടെ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ സ്റ്റോർ ചെയ്യണം. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഇവര് അറേഞ്ച് ചെയ്യണം. അതിൽ വെല്ലോട്ട് കൊണ്ടുവന്ന് അവിടെ എവിടെയൊക്കെ മേശപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ കൊണ്ടെത്തിക്കണം. റൂംസിൽ, പേഷ്യൻസിന്റെ റൂംസിലാണെങ്കിലും വാർഡ്സിലാണെങ്കിലും അത് എവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മുടെ മെഡിസിൻ സ്റ്റോറേജിനകത്ത് വരുന്നതാണ്. ഡ്രഗ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ?
ഓക്കെ, അപ്പൊ ഈ 8 പോയിന്റുകൾ ബോൾഡ് ആയിട്ട് ഇരിക്കുന്ന 8 പോയിന്റുകൾ വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട 8 പോയിന്റ് ആണ്. എല്ലാ ഡ്രഗ്സ് വെദർ ഇറ്റ് ഈസ് നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണെങ്കിലും ഷുഡ് ബി കെപ്റ്റ് ലോക്ക്ഡ് ആയിട്ട് കീപ്പ് ചെയ്യണം. എക്സ്റ്റേണൽ ഡ്രഗ്സ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ഇന്റേണൽ ഡ്രഗ്സ്, രണ്ടായിട്ട് സൂക്ഷിക്കണം. റെഫ്രിജറേറ്റഡ് ഡ്രഗ്സിന് വേറെ പ്രോപ്പർ സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും പ്രോപ്പർ ആയിട്ട് വേറെ സ്ഥലത്ത് എന്താ പറയാ മാറ്റേണ്ടതൊക്കെ മാറ്റിയൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് വേറെ. ട്രീറ്റ്മെന്റ് കാർട്ട് സ്റ്റോറേജ്, അത് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതും സ്റ്റോർ ചെയ്യുന്നത് തന്നെയാണ്. ഇതിന് മെഡിസിൻസ് ഒക്കെ ഇട്ടുകൊണ്ടുള്ള കാർട്ടുകളൊക്കെ ആണല്ലോ, അതിനെ സംബന്ധിക്കുന്ന സ്റ്റോറേജ് അത് എവിടെ വെക്കണം, അത് ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടൊക്കെ എവിടെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ ഇൻസ്പെക്ട് ചെയ്യാനുള്ള വേരിയസ് ഫോംസ്. പിന്നെ മെഡിക്കേഷൻ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ പേഷ്യൻസ് റൂം, പേഷ്യന്റിന്റെ റൂമിൽ സ്റ്റോർ ചെയ്യുന്ന മെഡിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ആ പോയിന്റുകൾ മാത്രം ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ. കാരണം ഇതൊക്കെ ഈ രീതിയിലൊക്കെയാണ് ഫാർമസിയിൽ നടക്കുന്നതെന്ന് ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വി ഹാവ് ടു നോ, അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോവുകയാണല്ലോ, തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അറിയണം. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, അല്ലേ? ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ ഒരു നേഴ്സ് ആവാനാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഏകദേശം എന്താ പറയാ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലേ? അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. അതാണ് കാര്യം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ചില്ലറ കാര്യമൊന്നും അല്ല. ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തില് മാനേജ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഇത്രയധികം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ കാര്യങ്ങളും മുക്കുമൂലയൊക്കെ ഹോസ്പിറ്റലിന്റെ മുക്കുമൂലയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചു വന്നപ്പോ നമ്മൾ ആരായി? ഒരു ഫാർമസിയുടെ മാത്രം കാര്യമല്ല. ഇപ്പൊ ഫാർമസിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ മരുന്നുകളുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള മരുന്നുകളുണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചു, നമ്മുടെ ഡിപ്ലോമയിലും പഠിച്ചു കുറെ കാര്യങ്ങളൊക്കെ. ഫാർമസി എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഇത്രയും വിശാലമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി സൂചി എടുത്ത് കുറച്ച് ഇഞ്ചക്ഷൻസ് കൊടുക്കുക, അതല്ല എങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിക്കും. അവിടെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോ പഠിക്കാൻ നിസ്സാര സമയം മതി, അല്ലെ? അധികം സമയമൊന്നും വേണ്ട. പണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും, പണ്ടൊക്കെ ഇത്രയധികം കോഴ്സുകൾ ഉണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ നഴ്സസ്, വെറുതെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്തെങ്കിലും നഴ്സിങ്ങിന് പോകും. കുറച്ചുകൂടി കഴിവുള്ള കുട്ടികളൊക്കെ ഡോക്ടർ ആകാനും ഒക്കെ പോകും. ഇതൊക്കെ മാത്രമേ ചോയ്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നഴ്സിംഗിൽ തന്നെ പാരാമെഡിക്കൽ കോഴ്സസും എന്തോരാണല്ലേ? അന്നത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ ഒരുപാടുണ്ട്. ഓരോ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ അവയവങ്ങളുണ്ടോ, എന്തൊക്കെ ഓർഗൻസ് ഉണ്ടോ, ഈ ഓരോ ഓർഗൻസിനെയും സ്പെഷ്യലൈസ് ചെയ്യുന്ന രീതിയിലുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അനസ്തേഷ്യക്ക് മാത്രം പർട്ടിക്കുലർ വിഭാഗം, കാർഡിയോളജിസ്റ്റ് വേറൊരു വിഭാഗം, അല്ലെ? അതുപോലെ തന്നെ എന്താ പറയാ കാർഡിയോ വാസ്കുലർ, അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പൾമിനറി ഉണ്ട്, വാസ്കുലറും ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ 2 വിഭാഗം അവിടെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പൊ ഓരോന്നിനും കൂടുതൽ ചോയ്സസ് ഇപ്പൊ കൂടുതലും ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട്. അത്രയുണ്ട്. അപ്പൊ അതിലൊരു വിഭാഗമാണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ പഠിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്ന നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ പറയുകയാണേ, കാരണം ഇത്രയും വിശാലമായിട്ടൊക്കെ ഇവര് ഇത് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒരു എന്താ പറയുക വലിയ ഒരു ഇൻഫോർമേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓഫ് ഡ്രഗ്സ്. ഇനി ഡ്രഗ്സിന്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും രണ്ടും ഒന്നാണോ? മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒന്നാണോ? ആലോചിച്ചേ. അല്ലല്ലോ. മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The date on which that particular drug or medicine is manufactured or produced. ഏത് ഡേറ്റിലാണോ ആ ഒരു പർട്ടിക്കുലർ ഡ്രഗ് മാനുഫാക്ചർ ചെയ്തത്, ആ ഡേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഡക്ഷൻ ഡേറ്റ് എന്നോ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നോ എന്ന് പറയും, അല്ലെ? അതെ, പ്രൊഡക്ഷൻ ഡേറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റ്, അതിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയും.
അപ്പോ ഇത് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്നാണ് ആ പർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കോസ്മെറ്റിക് എന്ത് സാധനമാണെങ്കിലും ആ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്, അത് പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ്. അതേസമയം എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? when the drug expires and could not be used. അതായത് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എന്ത് ചെയ്യാണ്, അവിടെ ആ ഡ്രഗിന്റെ പർട്ടിക്കുലർ എന്താ പറയുക യൂസേജ് അവിടെ നിലയ്ക്കുകയാണ് അല്ലെ. യൂസ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് ബി യൂസ്ഡ്, ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതാണ് രണ്ടും വേറെ വേറെയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ഡേറ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രൊഡക്ഷൻ ഡേറ്റ് ഓർ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഈസ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ് വാസ് മാനുഫാക്ചേർഡ്. ഓക്കെ, അവിടെ വരെ. ആൻഡ് എക്സ്പയറി ഡേറ്റ് കൂടി അണ്ടർലൈൻ ചെയ്യാം. എക്സ്പയറേഷൻ ഡേറ്റ് ഈസ് ദ ഡേറ്റ് വെൻ ദ ഡ്രഗ് എക്സ്പയർസ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. Okay. Okay, hello. യെസ്, ഇനി ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നമുക്കറിയാം. എന്ത് നമ്മൾ വാങ്ങിക്കുമ്പോഴും, ഇപ്പൊ എല്ലാ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും, പാക്ഡ് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി ലേബൽഡ് വിത്ത് ഇറ്റ്സ് മാനുഫാക്ചറിങ് ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ അല്ലെ. ഡേറ്റും മന്തും ഇയറും ഒക്കെ അതിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കും അല്ലെ. എന്ത് പ്രോഡക്റ്റ് വാങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് മന്ത് ആൻഡ് ഇയർ എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. മാസത്തിന്റെ പേരും അതുപോലെ തന്നെ വർഷവും കൃത്യമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. അത് എന്തായാലും ചെയ്യണം. കാരണം എന്നാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എക്സ്പയറി ഡേറ്റ് അല്ലെ. അവിടെ തുടങ്ങിയാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലതിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 30th ഏപ്രിലില് പ്രൊഡ്യൂസ് ചെയ്തു, മാനുഫാക്ചർ ചെയ്ത മരുന്നാണ്. ആൻഡ് അതിന്റെ പുറത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ബെസ്റ്റ് യൂസ് ബിഫോർ 1 year അല്ലെ. ഒരു വർഷത്തില് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു വർഷം 1 year അത് തന്നെ ബെസ്റ്റ് ബിഫോർ യൂസ് എന്താണ് 1 year അല്ലെങ്കിൽ 2 years അല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ 1 month എന്നൊക്കെ പറഞ്ഞു. 1 month ഒന്നും ഉണ്ടാവാറില്ല. പറഞ്ഞു നമുക്ക് ഒരു ഓളത്തിൽ പോയതാണ് 6 months തുടങ്ങിയൊക്കെയാണ് വരിക അല്ലെ. അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തിടും. പിന്നെ മറ്റു പ്രോഡക്റ്റുകളെങ്കിലും ഇപ്പൊ നമ്മള് ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനും ഉണ്ടാവും ഇതുപോലെ ബെസ്റ്റ് യൂസ് ബിഫോർ 3 days 2 days. ബ്രെഡ് പോലെയുള്ള സാധനങ്ങൾ അതിനൊക്കെ കൃത്യമായിട്ട് 2 ദിവസത്തിൽ കൂടുതലൊന്നും വച്ച് നമ്മൾ കഴിക്കാനൊന്നും പാടില്ല അല്ലെ. അതിലൊക്കെ ഒരു ചെറിയ ഫംഗി അതിൽ രൂപപ്പെടും. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. ഓക്കെ, അതെ ഇവിടെയും പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ മെഡിസിൻസ് മാനുഫാക്ചേർഡ്. അപ്പൊ 1st ഏപ്രിലിൽ ഇപ്പൊ മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ മാസത്തിൽ നിന്നാണ് 30th ഏപ്രിലിൽ നിന്ന് തുടങ്ങി ആ സെയിം എക്സ്പയറി ഡേറ്റ് അതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ മാസത്തിന്റെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അവർ പറയുന്നത് ഇപ്പൊ സാധാരണ ചില പ്രോഡക്റ്റുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പയറി ടൈം എന്ന് പറയുന്നത് 3 years ആണെന്ന്. മരുന്നുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം ഒരു 3 വർഷമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. ഏപ്രിൽ 2012 മാനുഫാക്ചർ ചെയ്ത ഒരു മെഡിസിൻസ് ഹാവ് ടു ബി യൂസ്ഡ് ഓൺലി അപ് ടു 2015 ഏപ്രിൽ. 3 വർഷം എന്ന് പറയുമ്പോഴേ 2015 ഏപ്രിൽ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സ്പെക്ടിങ് ഒരു ലൈഫ് അതാണെന്നാണ്. അവരുടെ ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ഒരു ലൈഫ്, അതായത് ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ ആ ഒരു മെഡിസിൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെക്ടഡ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ്. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ 2012 മാനുഫാക്ചർ ചെയ്ത എനി ഡ്രഗ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഷെൽഫ് ഓൺലി അപ് ടു 2015 ഏപ്രിൽ. 2015 ഏപ്രിൽ വരെ വെക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായ? ഒരു ഏകദേശം ഒരു ആവറേജ് കണക്ക് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. എല്ലാ മെഡിസിൻസും 3 years തന്നെയാണോ നമുക്കറിയില്ല. ഇവിടെ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ അതാണ് ഒരു പർട്ടിക്കുലർ ഒരു റെഗുലേഷൻ, റൂൾ ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അവിടെ നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
വായിച്ചു നോക്കിയത്? ആ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓഫ് ഡ്രഗ്സ് തുടങ്ങിയത് വായിച്ചു നോക്കിയേ. വായിച്ചോ? യെസ്. അടുത്തത് ലാസ, LASA, ലുക്ക് എലൈക്ക് സൗണ്ട് എലൈക്ക്. അതാണ് അതിന്റെ ഫുൾ ഫോം. ലാസ ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? ലുക്ക് എലൈക്ക് സൗണ്ട് എലൈക്ക്. കാണുമ്പോഴേ ഏകദേശം ഒരുപോലെ തോന്നുന്നത്. നമ്മളിങ്ങനെ ഇറ്റ് ഈസ് സെഡ് അലൗഡ്, നമ്മളിപ്പോ ഉറക്കിങ്ങനെ പറയുമ്പോൾ അത് എന്താ പറയാ, അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ അത് കേൾക്കുമ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഒരുപോലെയാണെന്ന്, ആ ഒരു നമ്മൾ പറയുന്ന ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ അത് തന്നെയാണ് എന്ന് തോന്നുന്ന അങ്ങനെ തോന്നുന്ന ചില ഡ്രഗ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുക ലാസ, അല്ലെങ്കിൽ ലുക്ക് അലൈക്ക് സൗണ്ട് അലൈക്ക് എന്ന് പറയും. മെഡിക്കേഷൻസ് ദാറ്റ് ലുക്ക് ഓർ സൗണ്ട് സിമിലർ, ഒരേപോലെ തോന്നുന്നത് കാഴ്ചയിലും അതുപോലെ തന്നെ പറയുമ്പോഴും. മരുന്ന് കാണുമ്പോഴും തോന്നും, അതിനെ നമ്മൾ പറയില്ലേ, വാഗൊണ്ട് ഇങ്ങനെ ഉറക്കെ പറയില്ലേ, അപ്പൊ രണ്ടും ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നുന്ന കാര്യങ്ങള്. അത് അതിന്റെ ജനറിക് നെയിം കൊണ്ടാകാം, അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, അതിന്റെ നെയിം ഉണ്ടല്ലോ, പേര് കൊണ്ട് ചിലപ്പോൾ ഒരുപോലെ തോന്നും, പറയുമ്പോഴും അതുപോലെ തന്നെ കാണുമ്പോഴും നമുക്ക് ഒരുപോലെ തോന്നുന്ന ചില മെഡിസിൻസ്. അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിന് എന്താ പ്രത്യേകത എന്ന് അറിയോ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിമിലർ പാക്കേജിങ് ആയിരിക്കും. ഒരേപോലെ അതിന്റെ കവറിങ് പാക്ക് ചെയ്തേക്കുന്നത് ഒരുപോലെ ആയിരിക്കും. സിമിലർ സൗണ്ടിങ് ഓഫ് നെയിംസ്, അതിന്റെ പേര് ഇങ്ങനെ പറയുമ്പോൾ സിമിലർ സൗണ്ടിങ് ആയിരിക്കും. സ്പെല്ലിങ് ചിലപ്പോൾ ചിലതിന്റെ ഒക്കെ ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ളത് എക്സാമ്പിൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. പ്രൊസെക് സൗണ്ട്സ് ലൈക്ക് ലോട്ട്, ലൈക്ക് പ്രിലോസിക് എന്ന് പറയും. പ്രൈലോസിക് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ ഉറക്കെ പറയുമ്പോൾ, മെഡിക്കൽ ഫീൽഡിലുള്ളവർ പറയുമ്പോഴാണ് അത് കൂടുതലും സിമിലാരിറ്റി തോന്നുക. നമ്മള് അതിനെയൊക്കെ അങ്ങനെ നമ്മള് ഈ മരുന്നുകളൊക്കെ അങ്ങനെ അധികം എന്താ പറയാ ഉപയോഗിക്കേണ്ടി വരില്ല, നമുക്ക് പറഞ്ഞു ഉപയോഗിക്കേണ്ടി വരില്ല. നമ്മൾ ആരുടെങ്കിലും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് കൊണ്ടുപോകുക അല്ലെ. അത് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേഷനിൽ അവരുടെ ഈ പേരുകളൊക്കെ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു സിമിലാരിറ്റി തോന്നുന്ന ചില മെഡിസിൻസ്, അതിനെയാണ് LASA, ലുക്ക് എലൈക്ക് ഓർ സൗണ്ട് ലൈക്ക് എന്ന് വിളിക്കുക കേട്ടോ. അത് പ്രൊസെക്കും പ്രൊസെക്കിനെ എന്താ പറയാ പ്രൈലോസെക് എന്ന് പറയുന്നതുമായിട്ട് സൗണ്ട് ചെയ്യുന്നു ഒരേപോലെ. നമ്മൾ പറയുമ്പോൾ അത്രയും അങ്ങോട്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് അത് ആ സ്പെല്ലിങ്ങിന്റെ ഇത് നോക്കി തന്നെ പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ ഇത് എന്താ പറയാ വലിയ എന്താ പറയാ ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ കുറച്ചുകൂടി പ്രൊനൗൺസിയേഷൻസിലും എഴുത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് മേ സൗണ്ട് അലൈക്ക്, എങ്ങനെ ഒരേപോലെ അതിന്റെ ഒരു ശബ്ദം വരും എന്നാണ് പറയാ. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് LASA ഡ്രഗ്സ് എന്ന് വിളിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. അതിന്റെ ഫുൾ ഫോമും അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ബോൾഡ് ആയിരിക്കുന്ന സെന്റൻസും അവിടെ വരെ വേണം കേട്ടോ, സിമിലർ സ്പെല്ലിങ്സ് വരെ. ഓക്കെ, നമ്മളിന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നാളെ ഉണ്ടല്ലോ, നാളെ നമുക്ക് ചാപ്റ്റർ തീർക്കാം. ഓക്കെ, സീ യു, ബൈ, താങ്ക് യു.